അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം. നജീബ് ബൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സക്കീന. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതം എന്ന വലിയ യാത്രയെക്കുറിച്ചാണ്. നമ്മളെപ്പോഴും മുന്നോട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? പക്ഷെ ചിലപ്പോൾ നമ്മൾ അറിയാതെ പിന്നോട്ട് നോക്കി സങ്കടപ്പെടാറുണ്ട്. ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാനിവിടെ പങ്കുവെക്കാം. നമ്മൾ മുന്നോട്ട് നോക്കി നടക്കുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമുക്കായി കാത്തിരിപ്പുണ്ട്. നാളെക്കുറിച്ച് നല്ലത് മാത്രം വിചാരിക്കുക എന്നതാണ് ഏറ്റവും നല്ലൊരു ഇബാദത്ത്. നമ്മൾ ഒരു കാര്യം തുടങ്ങുമ്പോൾ ഇത് നടക്കുവോ എന്ന് പേടിക്കാണ്ട് അള്ളാഹു തുണക്കും, എൻ്റെ കൂടെ അള്ളാഹു ഉണ്ടാവും, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ അള്ളാഹു ഉണ്ടാവും എന്ന് കരുതി മുന്നോട്ട് നടന്നാൽ നമുക്ക് വിജയം ഉറപ്പാണ്. വിജയം 100% നമുക്ക് ഉറപ്പാണ്. നമ്മുടെ മക്കളെ കാര്യമായിക്കോട്ടെ, മക്കളെ വളർച്ച, വിദ്യാഭ്യാസം, അതുപോലെ നമ്മുടെ വീട് പണി ഉണ്ടെങ്കിൽ വീട് പണി, പിന്നെ ജോലിക്കാര്യം, പിന്നെ എന്ന് കണ്ട നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എല്ലാം ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പഴയ കുറേ കാര്യങ്ങളുണ്ടാവും, അത് ഓർത്തിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ നമ്മൾ പിന്നോട്ടേക്ക് വലിയും. എനക്ക് അന്ന് അതുണ്ടേനല്ലോ, എനിക്ക് അന്ന് അതുണ്ടേനല്ലോ, അന്ന് പഠിച്ചോ ഞങ്ങൾക്ക് കുറേ അനുഗ്രഹം ഉണ്ടേനല്ലോ തന്നിക്കല്ലോ, ഇന്നതില്ലാലോ എന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ സങ്കടപ്പെടും. എന്നിട്ട് നമ്മൾ എന്താക്കോ, നമ്മൾ ആകെ അവശയായിരിക്കും. അത് നഷ്ടപ്പെട്ടല്ലോ, ഇത് നഷ്ടപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, വേറെ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പണ്ടേതോ കാലം എന്തോ പറഞ്ഞിട്ടുണ്ടാവും. അന്നേരം നമ്മൾ ചിന്തിക്കുന്നത് എന്നെ അത് പറഞ്ഞിക്കല്ലോ, എന്നെ ഇത് പറഞ്ഞിക്കല്ലോ നോക്കിയിട്ട് പിന്നെ നമ്മൾ എന്താക്കും, പിന്നെ ആ പിന്നിലേക്ക് തന്നെ ചിന്തിച്ച് പോവും. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മളെ മുന്നിലുള്ള ഒരു കുഴി ഉണ്ടാവും, ആ കുഴിയിലേക്ക് നമ്മൾ പോയി വീഴുക. അതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മളിപ്പോ മുന്നോട്ടേക്ക് നടന്നു പോകുമ്പോൾ നമ്മളെ ഒരു കുഴി കണ്ടാൽ നമ്മൾ അവിടുന്ന് മാറി നിൽക്കൂലോ, അതിൽ വീഴരുത് എന്നല്ലേ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ മാറി നിൽക്കും ആ സ്ഥാനത്ത്. കാരണം എന്താ, നമ്മളെ മുന്നിൽ കണ്ണുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവം നമ്മളെ മുന്നിൽ ഉണ്ടാവും. നമ്മള് പിന്നെ പിന്നോട്ടേക്കാ നടക്കുന്ന വെച്ചാ കണ്ണ് മുന്നിലും, എന്നിട്ട് നമ്മൾ ബാക്കിലോട്ട് കാല് വെച്ച് പിന്നോട്ട് നടക്കുമ്പോൾ നമ്മളൊരു കുഴി ഉണ്ടെങ്കിൽ ആ കുഴിയിലേക്ക് നമ്മൾ വീഴും. അതുപോലെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ട് ആലോചിച്ച് നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹു എല്ലാം അള്ളാഹു നിശ്ചയിച്ചതാ എന്ന് കരുതിയിട്ട് സമാധാനിക്കുക. അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാ. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും മുന്നോട്ട് നല്ലത് വരും എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുക. നല്ലത് വരുമോ എല്ലാം പഠിച്ചോല്ല തവക്കൽ ചെയ്യാം, എന്നിട്ട് മുന്നോട്ടേക്ക് തന്നെ നോക്കി നടക്കുക. പിന്നിലുള്ള ഒരു പാടായിട്ട് മാത്രം നമ്മൾ ഉൾക്കൊള്ളുക. നമ്മളൊരു പാടാണ് കാരണം എന്താ, ഇനി അങ്ങനത്തെ ഒരു അബദ്ധം നമുക്ക് പറ്റരുത് എന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ എന്താക്കുക, മുന്നോട്ടേക്ക് തന്നെ നടക്കുക. അപ്പൊ നമുക്ക് പുതിയ വഴികൾ പടച്ചോൻ ഇങ്ങനെ തുറന്നു തരും. പുതിയ വഴികൾ, പുതിയ വെളിച്ചം എല്ലാം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ മനസ്സും ശരീരവും എല്ലാം എന്താവും, നമുക്ക് സന്തോഷവും സമാധാനവും എല്ലാം തരും. അപ്പൊ കൂട്ടുകാരെ, എൻ്റെ ഈ കൊച്ചു വീഡിയോ, ഈ ചിന്തകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.
നിങ്ങൾ എല്ലാവരും ഈ എൻ്റെ കൊച്ചു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മളെ എല്ലാവരെയും നോമ്പും ഇബാദത്തുകളും എല്ലാം നമസ്കാരവും എല്ലാം പഠിച്ചോ സ്വീകരിക്കട്ടെ. നമ്മൾ അടുത്തുനിന്ന് വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെല്ലാം പഠിച്ചോ പുറത്തിരട്ടെ. എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് ഇരിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.